കെ സുധാകരൻ മത്സരിക്കാൻ ഉറച്ചു തന്നെ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള നീക്കം തുടങ്ങി എന്നറിയാൻ കഴിയുന്നു. നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇന്ന് കേരള ഹൗസിൽ നിന്ന് വാങ്ങും. കേരള ഹൗസിലെത്തി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ നടപടി പൂർത്തിയാക്കി മടങ്ങി. അവിടുന്ന് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം, NLC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വേണം. അത് കേരള ഹൗസിൽ നിന്നാണ് കിട്ടുന്നത്. കേരള ഹൗസിൽ നിന്ന് അത് വാങ്ങാനുള്ള നടപടികൾ കേരള ഹൗസിലെത്തി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ നടപടി പൂർത്തിയാക്കി മടങ്ങി. അപ്പോൾ എന്തായാലും കണ്ണൂരിൽ മത്സരിക്കുക എന്ന തീരുമാനത്തിൽ നിന്നും കെ സുധാകരൻ പിന്നോട്ടില്ല. അതൊന്നുകിൽ പാർട്ടി ടിക്കറ്റ് അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുക എന്നാണ് ആലോചന തോന്നുന്നു. കണ്ണൂരിൽ കെ സുധാകരനെ പോലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ KPC അധ്യക്ഷനൊക്കെ അവിടെ പാർട്ടി വിമുഖനായി സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ എന്തായാലും കെ സുധാകരനെ LDF അവിടെ ഇപ്പോൾ TK ഗോവിന്ദനെ വളരെ പെട്ടെന്ന് UDF പിന്തുണയ്ക്കുമെന്ന് പറയുന്നത് പോലെ അവിടെ കെ സുധാകരൻ സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ എന്തായാലും LDF UDFിനോടൊക്കെ ഏറ്റുമുട്ടി സ്വതന്ത്രമായി മത്സരിക്കുക എന്ന അങ്ങേയറ്റം കടന്ന സാഹചര്യത്തിലേക്ക്, അങ്ങേയറ്റം ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്നറിയില്ല. എന്തായാലും കണ്ണൂരിലെ കോൺഗ്രസ്, കണ്ണൂരിൽ LDFിനും UDFിനും അതൊരു വലിയ തലവേദനയായി കണ്ണൂർ കോട്ട നിൽക്കുന്നു. രാഷ്ട്രീയ കോട്ട ആണ് രണ്ടും. പക്ഷേ LDFിന് TK ഗോവിന്ദനാണെങ്കിൽ UDFിന് അത് കെ സുധാകരനാണ്. അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ കെ സുധാകരൻ പൂർത്തിയാക്കുന്നു എന്നറിയാൻ കഴിയുന്നു. അരവിന്ദാണ് ആ വാർത്തയുടെ വിവരങ്ങളും ചേരുന്നത്. അരവിന്ദ്, ഈ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് സാധാരണ അങ്ങനെ വാങ്ങാറുണ്ട്? ഇത് പ്രഷർ ചെയ്യാണോ അതോ ഈ കോൺഗ്രസ് തീരുമാനം നോക്കാതെ നാമനിർദ്ദേശ പത്രിക റെഡിയാക്കി വെക്കുക എന്നാണോ ഉദ്ദേശം? ലക്ഷ്മി, അല്പസമയം മുമ്പാണ് കേരള ഹൗസിൽ കെ സുധാകരൻ MPയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എത്തിയത്. നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പണമടച്ച് കേരള ഹൗസിൽ ഇത്തരത്തിലുള്ള ലയബിലിറ്റീസ് എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ കേരള ഹൗസിൽ നിന്ന് വാങ്ങുമെന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ നടപടികളെല്ലാം അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ബാക്കി MLA മാർ കേരളത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാം കെ സുധാകരൻ വലിയ രീതിയിലുള്ള അതിർത്തിയിൽ തന്നെയാണ് തുടരുന്നത്. കേന്ദ്രം ഇത്തരത്തിൽ മത്സരിക്കേണ്ട MP മാർ മത്സരിക്കേണ്ട എന്ന നിലപാട് എടുത്തെങ്കിലും അദ്ദേഹം വലിയ രീതിയിലുള്ള അതിർത്തിയിലും അതുപോലെ തന്നെ എതിർപ്പിലും തന്നെ തുടരുന്നു. കഴിഞ്ഞ ദിവസം നേതാക്കളടക്കം അദ്ദേഹത്തെ കണ്ട് അനുനയ ശ്രമങ്ങൾക്ക് ശ്രമിച്ചിരുന്നെങ്കിലും അതൊന്നും അദ്ദേഹം വകവച്ചിരുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരള ഹൗസിലെത്തി നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റുള്ള പണം അടച്ചിരിക്കുന്നത്. എന്തായാലും കേരള ഹൗസിലെത്തി അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്നെല്ലാം അറിയിച്ചിരുന്നു. പക്ഷേ എന്തായിരിക്കും തീരുമാനം? കാരണം ഇപ്പോഴും ഹൈക്കമാൻഡിന്റെ തീരുമാനം MP മാർ മത്സരിക്കേണ്ട എന്നതാണ്. ഇത് കൃത്യമായി കെ സുധാകരൻ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം അരവിന്ദ്, സുധാകരൻ ഹൈക്കമാൻഡ് കൊടുക്കുന്ന കൃത്യമായ സന്ദേശം ഇതാണ്: നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുക, ഞാൻ എന്തായാലും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോവാണ്, അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മുന്നോട്ടേക്ക് പോകുന്നു, നിങ്ങൾ എനിക്ക് സീറ്റ് തന്നാൽ പാർട്ടി ടിക്കറ്റ്, ഇല്ലെങ്കിൽ സ്വതന്ത്രൻ എന്ന കൃത്യമായ സന്ദേശമാണ് ആ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്. കോൺഗ്രസിന് ലയബിലിറ്റിയാണ് സുധാകരൻ. അരവിന്ദ്, കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും നമുക്കറിയാം ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇതിലൊന്നും പിന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായതില്ല. കഴിഞ്ഞ ദിവസം രാവിലെയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ തന്നെ അദ്ദേഹം തുടരുകയാണ്. ഹൈക്കമാൻഡുമായി യാതൊരുവിധ ആശയവിനിമയം നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലും അതുപോലെ തന്നെ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ ഫ്ളാറ്റിലെത്തി കണ്ടിരുന്നു. അല്പസമയം മുമ്പ് MK രാഘവൻ MP അദ്ദേഹത്തെ ഫ്ളാറ്റിലെത്തി കണ്ടിരുന്നു. അനുനയ ശ്രമങ്ങൾക്ക് വിവിധ കോണിൽ നിന്ന് ശ്രമം നടത്തുമ്പോഴും തന്റെ നടപടികളും അതുപോലെ തന്നെ താൻ ഉറച്ച നിലപാടിൽ തന്നെയാണ് കെ സുധാകരൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കേരള ഹൗസിലെത്തി നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റിനുള്ള പണം അടച്ചു എന്ന സ്ഥിരീകരണം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും കേരള ഹൗസിലെത്തി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ നൽകേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇപ്പോൾ അനുനയ ശ്രമങ്ങൾ അത് അപ്പാടെ പാളുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹാഷ്മി, അതിന് അങ്ങനെ മാത്രമാണ് വേണ്ട അരവിന്ദ്. കാരണം ഇപ്പോൾ നേരത്തെ വിനിതാ വിജി റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോന്നിയും കണ്ണൂരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അടൂർ പ്രകാശിനും കെ സുധാകരനും മത്സരിക്കാൻ ഇളവ് എന്നതിലേക്കൊരു ആലോചനയിലേക്ക് പോകും. കാര്യം ഈ കെ സുധാകരനൊക്കെ സ്വതന്ത്രമായി മത്സരിക്കുക അല്ലെങ്കിൽ അദ്ദേഹം മറ്റു ജില്ലകൾ കൂടി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന് ആത്മഹത്യാപരമാണ്. അപ്പോൾ അതിലേക്ക് നേതൃത്വം സാഹചര്യങ്ങൾ അത്രത്തോളം രൂക്ഷമാവട്ടെ എന്ന് കരുതുവോ അതോ രണ്ടു പേർക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഇളവ് കൊടുക്കാനാണോ ആലോചന? അരവിന്ദ്, ലക്ഷ്മി, 23-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത്. അതിനു മുമ്പേ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് കോൺഗ്രസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട് MP മാർ പ്രധാനമായും നമുക്കറിയാം അടൂർ പ്രകാശും അതുപോലെ തന്നെ കെ സുധാകരനുമാണ് ഏറ്റവും കൂടുതൽ ഈ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നത്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ സമാധാനിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ കണ്ണൂർ കോന്നി സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനം ഈ ഘട്ടത്തിൽ വരാൻ പോകുന്നത്. മുഴുവൻ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ സൂചന നൽകിയിരുന്നു.
ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ആ 2 സീറ്റുകൾ ഒഴിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും. കെ സുധാകരൻ ഒരുപക്ഷെ 2-3 ദിവസം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തിയാൽ ഒരുപക്ഷെ കോൺഗ്രസിനൊപ്പം നിന്ന് കോൺഗ്രസിന്റെ നിലപാടുകളോട് അംഗീകരിക്കും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ ചർച്ചകൾ വിവിധ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കെ സുധാകരൻ ഇതുവരെ അഴിഞ്ഞിട്ടില്ല. തന്റെ നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുന്നതും അത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ ആയി മുന്നോട്ട് പോകുന്നു. കേരള ഹൗസിലെത്തി ഇപ്പോൾ ലയബിലിറ്റി സർട്ടിഫിക്കറ്റിനുള്ള പണം അടച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.